പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 വർഷത്തിലെ ആദ്യത്തെ വെളുത്തവാവ് ഇന്ന് രാത്രിയോടുകൂടി നടക്കുകയാണ്. ഈ വെളുത്തവാവ് ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ചില സാഹചര്യങ്ങൾ കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. ഈ മാസം നടന്ന ചൊവ്വയുടെ പരിവർത്തനം കൂടി ഈ വെളുത്തവാവോടുകൂടി പൂർണ്ണതയിൽ എത്തുന്ന ദിവസമാണ്. ഈ ദിവസം ഒരുപാട് മാറ്റങ്ങൾ കുറച്ച് നക്ഷത്ര ജാതകർക്ക് പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അതെന്തൊക്കെയെന്നും ഇവർ ചെയ്യേണ്ട ദോഷപരിഹാരങ്ങൾ വളരെ വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കൊന്ന് പങ്കുവെക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം, ഇടവക്കൂറിൽ പിറന്ന കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകർക്ക് ഈ വെളുത്തവാവ് എങ്ങനെ ബാധിക്കുന്നു എന്ന്. ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടക്കും. വ്യാഴസ്ഥിതി പൊതുവെ അനുകൂലമായിട്ട് തന്നെ കാണുന്നുണ്ട്. ചിലവുകൾ പ്രതീക്ഷയ്ക്കൊത്ത് നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ സാധിക്കും. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കുള്ള തർക്കവും താമസവും ഒഴിവായി തുടങ്ങും. സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഗുണ അനുഭവങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അനുഭവപ്പെടും. യാത്രകളിൽ ധനം, ആഭരണാദി കാര്യങ്ങൾ നഷ്ടം നേരിടാൻ സാധ്യതകൾ കൂടുതൽ. ശ്രദ്ധിക്കുക. സ്വയം തൊഴിലിൽ അല്പാൽപം നേട്ടങ്ങൾ വന്നു ചേരും. പുതിയ സുഹൃത്തുക്കളുമായി കച്ചവട ബന്ധത്തിനും അനുകൂല സമയമാണ്. യന്ത്രവ്യാപാരം, റിയൽ എസ്റ്റേറ്റ് എന്നിവ നടത്തുന്നവർക്ക് അല്പം ആശ്വാസകാലമാണ്. സൽജനങ്ങളിൽ നിന്ന് കാര്യലാഭം, ബന്ധുജന സമാഗമം ഇവ അനുഭവത്തിൽ വന്നു ചേരും. പുതിയ സംരംഭങ്ങളോ കരാറുകളോ താൽക്കാലികമായിട്ട് നിർത്തിവെക്കണം. ധനാഗമം ഉണ്ടാകുമെങ്കിലും തുല്യമായ വ്യയവും വന്നു ചേരും. ചെറിയ ചെറിയ യാത്രകൾക്ക് അനുകൂല അവസ്ഥയാണ്. നാണ്യവിളകൾ സംഭരിച്ചു വെക്കുന്നത് പിന്നീട് ലാഭവും നേട്ടവും കൊണ്ടുവരും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശ്രീകൃഷ്ണന് പാൽപായസം, ഗുരുവായൂർ ദർശനം, ദേവിക്ക് കുങ്കുമാർച്ചന എന്നിവ നടത്തി പ്രാർത്ഥിക്കുക. ഇനി മിഥുനക്കൂറിൽ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. മിഥുനക്കൂറുകാർക്ക് പൊതുവെ സമയം അനുകൂലം. സ്വപ്രയത്നം കൊണ്ടും സ്നേഹിതരിൽ നിന്നും സഹായം ഉണ്ടാകും. ഗൃഹം മോടി പിടിപ്പിക്കാൻ സാധിക്കും. കല, കവിത രചന എന്നിവയിൽ പ്രാവീണ്യം ഉള്ളവർക്ക് അത് കൂടുതൽ പഠിക്കുന്നതിനും തദ്വാര നേട്ടങ്ങളും കീർത്തിയും ഉണ്ടാക്കാനും അവസരം ലഭിക്കും. സന്താനങ്ങൾക്ക് അപ്രതീക്ഷിതമായി നല്ല തൊഴിൽ കിട്ടുന്നതിനും വിദേശവാസത്തിനും യോഗം കാണുന്നു. വിവാഹം മുടങ്ങിയിരിക്കുന്നവർക്ക് നല്ല ആലോചനകൾ വന്നു ചേരും. സൂര്യൻ്റെ സഹായ സ്ഥാനസ്ഥിതി, സ്ഥാനക്കയറ്റം, ഇഷ്ടദേവതാ ചൈതന്യം, നാനാരീതിയിലുള്ള വരുമാനം എന്നിവ സമ്മാനിക്കും. ഭാഷാ പരിജ്ഞാന പരിമിതി ഉള്ളവർക്ക് പരിശീലനത്തിലൂടെ വിജയം നേടാൻ സാധിക്കും. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് സമയം അനുകൂലമായി ഭവിക്കും. ദോഷപരിഹാരാർത്ഥം ശാസ്താവിന് നീരാജനം, ശിവന് ജലധാര, ഗണപതിക്ക് അർച്ചന എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഇനി കർക്കിടകക്കൂറിൽ പുണർദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. നിലവിൽ വ്യാഴത്തിൻ്റെ സ്ഥിതി ഇവർക്ക് അനുകൂലമാണ്. സൂര്യൻ 2-ൽ, കൂടെ ചൊവ്വയും ബുധശുക്രന്മാരും അനുകൂല അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. 4-ൽ കേതുവും 8-ൽ ശനിയും, കർമ്മസ്ഥാനത്ത് സർപ്പനും വ്യാഴവും, 12-ൽ ശുക്രനും നിൽക്കുന്നു. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇത് ഏറെ ഗുണം ചെയ്യും. ബിസിനസ്സുകാർക്കും കുറച്ച് സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. നാൽക്കാലി വളർത്തുന്നവർക്കും കുറച്ച് നേട്ടവും അഭിവൃദ്ധിയും ലഭിക്കും. പുതിയ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിന് സമയം അനുകൂലമാണ്. വിദ്യാർത്ഥികൾക്ക്
ക്യാമ്പസ് സെലക്ഷനിലൂടെ തൊഴിൽ യോഗവും ഭാഗ്യവും ഉണ്ട്. ഭർതൃസൗഖ്യം, വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് സ്വദേശത്ത് പോകുന്നതിനുള്ള അവസരം എന്നിവ കാണുന്നുണ്ട്. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹവും തൊഴിൽ രംഗത്ത് അനുകൂലമായി വന്നു ചേരും. കുടുംബ സ്വത്തുക്കൾ കൈവരുന്നതിന് സാധ്യതയുണ്ട്. കുടുംബത്തിൽ സമാധാനം, സന്തോഷം എന്നിവയുണ്ടാകും. വാതരക്തസംബന്ധമായ ചില അസുഖങ്ങൾ വന്നുപെടും. പൂർവികർക്കു വേണ്ടി പുണ്യകർമ്മങ്ങൾ നടത്തുന്നത് ഈ കൂറുകാർക്ക് ഐശ്വര്യം നൽകും. ഇവർ ദോഷപരിഹാരാർത്ഥം ഗണപതിക്ക് അർച്ചന, ദേവിക്ക് കുങ്കുമാർച്ചന, ശിവന് ജലധാര എന്നിവ നടത്തി പ്രാർത്ഥിക്കുക. ഇനി ചിങ്ങക്കൂറിലെ മകം, പൂരം, ഉത്രം നക്ഷത്രത്തിൽ പിറന്നവരെ കുറിച്ച് നോക്കാം. സൂര്യൻ ചിങ്ങത്തിലും ബുധനും ശുക്രനും ചൊവ്വയോടൊപ്പവും സ്ഥിതി ചെയ്യുന്നതിനാൽ ഇടവിട്ട് നല്ല നല്ല അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നുവരും. ബന്ധുക്കൾ, കുടുംബ സുഹൃത്തുക്കൾ എന്നിവരുടെ സമാഗമത്തിൽ സന്തോഷിക്കുന്നതിന് അവസരങ്ങളുണ്ട്. പുതിയ ചിന്തകൾ മനസ്സിൽ ഉരുത്തിരിയും. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷാ വിജയം ലഭിക്കുന്നതിനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. എഴുത്തുകുത്തുകളിൽ നിന്നും ഭൂമിയിൽ നിന്നും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് സമയം അനുകൂലം. ചിലർക്ക് ഉന്നത പദവികൾ വഹിക്കുന്നതിനുള്ള അവസരം കിട്ടും. സന്താനങ്ങളെ കൊണ്ട് സുഖം, സന്തോഷം എന്നിവ ഉണ്ടാകും. ഗൃഹനിർമ്മാണാദി കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടി വരും. ട്രസ്റ്റ്, കമ്മിറ്റികൾ എന്നിവയിൽ ഉത്തരവാദിത്തപ്പെട്ട ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. പൊതുവെ 25 വയസ്സ് മുതൽ 73 വയസ്സ് വരെ പ്രായത്തിൽ ഉള്ളവർക്ക് അനുകൂല അവസ്ഥകൾ ഈ വെളുത്തവാവ് സമ്മാനിക്കും. സന്താനങ്ങളിൽ നിന്നും, ഗൃഹത്തിൽ നിന്നും, സർക്കാരിൽ നിന്നും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ഇടവിട്ട് തലവേദന, കഫസംബന്ധിയായ അസുഖങ്ങൾ, പനി, ചുമ തുടങ്ങിയ ഉഷ്ണരോഗങ്ങൾ ഇടവിട്ട് ശല്യം ചെയ്യാനുള്ള സാധ്യതകളും ഇവരുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശിവന് ജലധാര, മുരുകന് പഞ്ചാമൃത അഭിഷേകം, ഇഷ്ടദേവതാ വന്ദനം എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നോക്കാം കന്നിക്കൂറിൽ പിറന്ന ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകരെ കുറിച്ച്. സാങ്കേതിക വിദ്യാ പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ സമയം ഏറ്റവും കൂടുതൽ അനുകൂലമായിട്ട് വരുന്നത്. കൃഷി, വ്യവസായം എന്നിവയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ലാഭവും കിട്ടും. ഊഹക്കച്ചവടം, പുനർനിർമ്മാണം തുടങ്ങിയ കാര്യങ്ങൾ, ധനലാഭം പ്രതീക്ഷിച്ചു തുടങ്ങുന്ന എല്ലാ പദ്ധതികളും പ്രതീക്ഷയ്ക്കൊത്ത് ഫലപ്രാപ്തിയിൽ എത്തും. സന്താനങ്ങളിൽ നിന്നും പൂർണ്ണമായ അനുകൂല സമീപനം ഉണ്ടാകുമെങ്കിലും അവരുടെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ പതിപ്പിക്കേണ്ടതായിട്ടുണ്ട്. നിശ്ചയിച്ച വിവാഹം അനുകൂല സ്ഥിതിയിൽ വന്നു ചേരും. കായിക രംഗത്തുള്ളവർക്ക് കാലം ഉത്തമമാണ്. പല നല്ല കാര്യങ്ങൾക്കും തടസ്സങ്ങൾ അനുഭവപ്പെടും. തൽക്കാലം വ്യാപാര സംബന്ധമായും മറ്റും പണം മുടക്കാതിരിക്കുന്നതാണ് നല്ലത്. കന്നിക്കൂറിൽ പിറന്ന ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകർ ദോഷപരിഹാരാർത്ഥം വിഷ്ണുവിന് പാൽപായസം, നാഗക്ഷേത്ര ദർശനം, 100 പാലും വഴിപാടുകൾ എന്നിവ നടത്തുന്നത് ഏറെ ഗുണം ചെയ്യും. ഇനി നോക്കാം തുലാക്കൂറിൽ പിറന്ന ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഈ വെളുത്തവാവ് എങ്ങനെ നല്ല അനുഭവങ്ങൾ നൽകുന്നു എന്ന്. തുലാക്കൂറിൽ കേതുവും 5-ൽ ശനിയും 7-ൽ വ്യാഴനും സർപ്പനും 11-ൽ സൂര്യനും ചൊവ്വയും ബുധനും ഇവർക്ക് ഒരുപാട് ഗുണം നൽകുന്ന ദിവസങ്ങളാണ്. ദൈവാധീനം പൂർണ്ണമായിട്ടും ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ഈ വെളുത്തവാവ് കഴിയുന്നതോടുകൂടി ഈ മാസത്തിൻ്റെ അവസാനത്തിനുള്ളിൽ പുതിയൊരു വാഹനം എന്ന മോഹം ഇവർക്ക് പൂവണിയും. നാൽക്കാലിയിൽ നിന്നുള്ള ലാഭം, സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ, ഉന്നതങ്ങളുമായിട്ടുള്ള സ്വാത്വിക ബന്ധം ഇവർക്ക് ലഭിക്കാൻ സാധ്യതകൾ കൂടുതലാണ്. വിദേശത്ത് ഉള്ളവർക്കും ഉന്നത അധികാരത്തിൽ ഉള്ളവർക്കും കാലം അനുകൂലമാണ്. നാണ്യവിളകളിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാം. സഹപാഠികളിൽ നിന്നും ഗൃഹത്തിൽ നിന്നും അനുകൂല അവസ്ഥകൾ ഉണ്ടാകും. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനും നല്ല സമയമാണ്. അതോടൊപ്പം തന്നെ അതിൽ നിന്നുള്ള നേട്ടങ്ങളും അനുഭവവേദ്യമാകും. സ്ത്രീകൾ ആരോഗ്യം
പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ്. തുലാക്കൂറിലെ ചിത്തിര ജ്യോതി വിശാഖം നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് മുരുകന് പഞ്ചാമൃത അഭിഷേകം, ശാസ്താവിന് നീരാജനം എന്നീ സ്വാത്വിക കർമ്മങ്ങൾ വഴി ഗുണ അനുഭവങ്ങൾ നേടിയെടുക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക.